നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ KAS മത്സര പരീക്ഷയിൽ വന്നൊരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നത്. അല്ല, ചോദ്യം ഇങ്ങനെയാണ്. നമ്മൾ ബോർഡിൽ കാണുന്ന പോലെ ഫൈൻഡ് ദ സം ഓഫ് പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് less than 200 that are not divisible by 7. അപ്പോൾ ഇത് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംഖ്യാശ്രേണിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലാണ്. ആദ്യം വിശദമായി ചോദ്യം നമ്മൾ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കും. പക്ഷെ മത്സര പരീക്ഷയ്ക്കൊക്കെ അത്രയും സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ആദ്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് ചില കണ്ടെത്തലുകളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് അതിൻ്റെ സഹായത്തോടെ ഏറ്റവും പെട്ടെന്ന് ഈ കണക്ക് രണ്ടാമത് എങ്ങനെ ചെയ്യാമെന്ന് പരിശോധിക്കും. അത് മത്സര പരീക്ഷ. അത് രണ്ട് ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഫൈൻഡ് ദ സം എന്ന് പറയുന്ന തുക കാണുക എന്നുള്ളതാണ്. എന്തോന്നിൻ്റെയാണ്? പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ്. അത് നമുക്കറിയാം. പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ 2, 4 അങ്ങനെ പോകുന്ന സംഖ്യകൾ. ലെസ് ദാൻ 200, 200 താഴെയുള്ള. പക്ഷെ അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് 200 വരില്ല. അതിനകത്ത് 200 താഴെ, ലെസ് ദാൻ. അതാണ് ചോദ്യം. ശ്രദ്ധിച്ചതാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് വേറെ കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 7. ഇങ്ങനെയുള്ളതാ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആവരുത്. ഏതാ? ഈ സംഖ്യാശ്രേണിയിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ഒഴിച്ചുള്ള സം എടുത്താൽ മതി എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ചോദ്യം കിടക്കാം. നമ്മൾ ഈ പ്രോഗ്രഷന് നമുക്ക് ആദ്യം ഇത് ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് നമുക്ക് നോക്കാം. ഈ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 തൊട്ട് 200 താഴെ എന്ന് പറയുന്നത് 198 വരെ വരുന്ന സംഖ്യകളാണ്. അതിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത്. പക്ഷേ 7 കൊണ്ടുള്ള ഗുണിതങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ടേ കൂട്ടാവും. അതാണ് കേൾക്കുമ്പോൾ വളരെ ഇച്ചിരി സങ്കീർണമായിട്ട് തോന്നും. അതാണല്ലോ ഇത്രയും സമയം പോകുക എന്നുള്ളത്. അപ്പം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഈ കണക്ക് ചെയ്തേ നമുക്ക് പറ്റും. പക്ഷേ ഇത്ര സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വാഭാവികമല്ല ആദ്യം എല്ലാം ഒറ്റ വായനയിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ എല്ലാം പഠിച്ചതിന് ശേഷം ഈ കണക്കെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രഷന് വേണ്ടുന്നത് നമുക്ക് ഒന്നാം പദം വേണം. ഫസ്റ്റ് ടൈമിൽ നമുക്ക് എ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എ ആണ്. അല്ലേ? നമുക്കറിയാം 2, 4 തുടക്കത്തിൽ 2 ആണ്. ഫസ്റ്റ് ഈവൻ നമ്പർ 2 ആയതുകൊണ്ട് 200 താഴെയുള്ളതിൻ്റെ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്. അതായത് തൊട്ട് മുമ്പിലുള്ള ഒരു ടൈമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള കുറയ്ക്കുന്നത് കിട്ടുന്നതാണ് നമ്മുടെ ഇപ്പോൾ കോമൺ. 2 കൂട്ടിയാണ് പോകുന്നത്. അല്ല, 2, 4, 6. അപ്പോൾ ഈ വ്യത്യാസം പറഞ്ഞത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്നത് അതും 2 ആണ്. 2 അതിൻ്റെ കൂടെ 2 കൂടെ 4 പിന്നെ 6. അപ്പോൾ ഈവൻ നമ്പർ കോമൺ ഡിഫറൻസ്. അപ്പോൾ പിന്നെ ചെന്ന് ലാസ്റ്റ് ടേമാണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 200 താഴെയുള്ള ഇരട്ടസംഖ്യ. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ nth ടേം എന്ന് പറയും, എന്നാം പദം എന്നൊക്കെ പറയും. അത് 198. ഇനി വേറൊരു കാര്യം കൂടെ, എത്ര ടേം ഉണ്ട്? അതായത് 2, 4 ഇങ്ങനെ എണ്ണി നോക്കിയാൽ 198 വരുന്നതും വരെ എത്ര ടൈംസ് ഉണ്ട്? 2, 4 എന്നുള്ള 1, 2 എന്നിങ്ങനെ എണ്ണി നോക്കുമ്പോൾ എത്ര ടൈംസ് ഉണ്ട് എന്ന് നോക്കുന്നതിന് നമുക്ക് ഒരു രീതിയുണ്ട്. എന്നാം പദം കാണുന്നതിന്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന എത്രയാണോ ഇത് കാണുന്നതിന് അതിനൊരു സൂത്രവാക്യം വെച്ച് പറഞ്ഞു നോക്കാം. എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്നാം പദം അധികം n-1 ഇൻറ്റു ഡി ആണ്. ഡി കോമൺ ഡിഫറൻസ് ആണ് 2. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 അധികം എ ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് 2 ആണ്.
ഞാൻ ഇത്തിരി വിശാലമായിട്ട് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തതിന് കിടക്കാം, അപ്പോൾ എല്ലാം മനസ്സിലാവും. അപ്പം 2 അധികം 2n, ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2 ഗുണം n 2n മൈനസ് 2 2 ആണ് ലാസ്റ്റ് ടൈം. ആ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 198 ഇതിൻ്റെ ലാസ്റ്റ് ടൈം. അത് കാണുന്ന ഇങ്ങനെ 2, ഇപ്പം നമ്മൾ എത്ര പദം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 അധികം 2n മൈനസ് 2. അപ്പം നമുക്കൊരു കാര്യം 2n കണ്ടുപിടിക്കാം. 2n സമം ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവുമെന്ന് പറയും, ഇത് ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവുമെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ 2 മൈനസ് 2 എന്ന് പറയും, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് 2 കുറയ്ക്കാം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഫലമൊന്നും വരാറുള്ളത് 108. 2n എന്ന് പറയുന്നത് 198. അപ്പോൾ n എത്രയാണെന്ന് നോക്കുമ്പോൾ 2n ആണല്ലോ 198. അപ്പോൾ n ആകുമ്പോൾ 198 ഡിവൈഡഡ് ബൈ 2 സമം 99 ടൈം ഉണ്ട്. നമ്പർ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ 2, 4, 6 ഇങ്ങനെ എഴുതി പോകുമ്പോൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 1, 2 എന്നുള്ള എണ്ണി പോകുമ്പോൾ നമ്പർ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ n സമം 99 എണ്ണമുണ്ട്. 2, 4, 8, 198 വരെ. അപ്പോൾ നമുക്ക് സം എടുക്കാൻ എളുപ്പമുണ്ട്. എന്താ, ഒന്നാം പദം അധികം അവസാന പദം ഡിവൈഡ് ബൈ 2. അപ്പോൾ അതിൻ്റെ മീൻ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ല, അതിൻ്റെ ഒരു മാധ്യം കിട്ടും. എന്നിട്ട് n കൊണ്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ടോട്ടലും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാം പദം 2 അധികം ലാസ്റ്റ് 198 ഡിവൈഡ് ബൈ 2, അതായത് മധ്യം ഇൻറ്റു n എന്ന് പറയുന്നത് 99. ഇതാണ് സമ്മ്. അപ്പോൾ 198 200 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര? ഇതും ഇത് കൊടുക്കുമ്പോൾ 200 ബൈ 2 ഇൻറ്റു 99. 200 ബൈ 2 എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 99 സമം ഗുണിക്കുമ്പോൾ 9900. ഇതാണ് സം ഓഫ് ഈ ചോദ്യത്തിലുള്ള പോസിറ്റീവ് ഈ നമ്പേഴ്സ് ലെസ് ദാൻ 200. അപ്പം നമുക്കിത് കിട്ടി. അപ്പം സം ഓഫ് ഈ പോസിറ്റീവ് ഈ നമ്പേഴ്സ് ബിലോ അല്ലെങ്കിൽ ലെസ് ദാൻ 200 എന്ന് പറയുന്നതിൻ്റെ ഉത്തരമാണ് ഈ 9900. അപ്പം നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് കിട്ടിയ എന്താണ്, 9900 ഈ പറഞ്ഞ സമം. പക്ഷേ ഈ കണ്ടീഷൻ വരുന്നുണ്ട്, ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഇതിനകത്ത് 7ൻ്റെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന 1 മുതൽ 2 മുതൽ 198 വരെ വരുന്നതിനകത്ത് എത്ര 7ൻ്റെ ഗുണിതങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കണം. അപ്പം ഇതിനകത്ത് ഈവൻ നമ്പേഴ്സാണ് എന്ന് നമ്മൾ പറയുന്നതുണ്ട്. അപ്പം 1 ഗുണം 7 7 അതാണ് ഒരു ഗുണിതം. അപ്പോൾ 7 വരത്തില്ല ഇതിനകത്ത്, ഈ ശ്രേണിക്കകത്ത് വരത്തില്ല. 7 എന്നുള്ള ഒറ്റ സംഖ്യ നമ്മൾ എടുത്തേക്കുന്ന ഈവൻ നമ്പേഴ്സാണ്. പക്ഷേ 2 ഗുണം 7 14 അത് വരും. 14 ഈവൻ നമ്പേഴ്സ്. ഈ 2, 4, 6, 8 വരുമ്പോൾ 14 അതിനകത്ത് വരും. അപ്പോൾ അത് ഒഴിവാകേണ്ട സംഖ്യ, അത് കുറച്ചാണ് നമുക്ക് കാണുന്നത്. ഈ ഉത്തരം ശരി. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 7ൻ്റെ ഗുണത്തിൽ ഇരട്ട സംഖ്യയോട് ഗുണിക്കുന്നത് മാത്രമേ വരുത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒഴിവാക്കേണ്ടതിനകത്ത് ഒന്നാമത്തത് 14. കാരണം 7 വരുത്താൻ വരാത്തത് ഒറ്റ സംഖ്യയാണ്. 14 കഴിഞ്ഞാൽ 3 21 വരത്തില്ല, 21 4 7 28 4 7 28. 7 35 വരത്തില്ല, 35 എന്ന് പറഞ്ഞാൽ പട്ടായിട്ട് വരത്തില്ല, 35 വരത്തില്ല. അപ്പം 4 7 28 6 7 42 ഇങ്ങനെ. അപ്പോൾ അവസാനത്തെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ 198 198. അതിന് നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 14, 2 കൊണ്ട് 14,
5 58, 58 എന്ന് പറയുമ്പോൾ 7 വരും, 8 7 56, 28 വരും, 56 2 ചിട്ടം. അപ്പം 198 2 കുറച്ചാൽ 196 ലാസ്റ്റ് വരുന്നത്. ആ എത്ര കൊണ്ട് കുടിക്കുമ്പോഴാണ് 28 കൊണ്ട് വെക്കുമ്പോൾ ലാസ്റ്റ് ടൈം 196. അപ്പോൾ 7ൻ്റെ ഇതിനകത്ത് വരുന്നത് 14 28 42 തുടങ്ങി 146 വരെ വരുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ 28 പ്രാവശ്യമാണ് 796 വരുന്നത്. അതിനകത്ത് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് കുറച്ചിട്ട് ബാക്കി വരുമ്പം ഈ ടേംസ് എണ്ണി നോക്കുമ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കൂടെ വരികയാണെങ്കിൽ 28 വന്നാൽ 7 ഉണ്ട്. പക്ഷേ ഒറ്റ വരാത്തതുകൊണ്ട് അത് 14 നമ്പറേ വരത്തുള്ളൂ. ഇപ്പം 1 7, ഇപ്പം 7 ഇല്ല, അതിൻ്റെ 14 എടുത്ത് 21 ഇല്ല 3. അപ്പോൾ അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 28 വരും 14 ആകെ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഒന്നാം പദം ഇതിൻ്റെ 14, ലാസ്റ്റ് 196. എത്ര പദം ഉണ്ടെന്ന് വെച്ചാൽ 14 എണ്ണം വരും. അങ്ങനെ 14 എണ്ണം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സം എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചാൽ ഈ 9900 അതങ്ങ് കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇത്രയും സമയം എടുത്തത് പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് എളുപ്പം ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. അപ്പം ഇതിൻ്റെ എ എന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് പറയുന്നത് ഒന്നാം പദം 14, ലാസ്റ്റ് ടൈം 196, ലാസ്റ്റ് ടൈം അല്ലെ എല്ലാം 196, ആകെയുള്ളത് 14 ടൈംസ് എന്ന്. അപ്പം ഒന്നാമതും ഇത് രണ്ടോട് കൂട്ടി 2 കൊണ്ട് ഹരിച്ചിട്ട് അപ്പം 14 കൊണ്ട് കുടിക്കുമ്പോൾ എന്തോ കിട്ടും, അതായിരിക്കും ഈ പറയുന്ന സം ഓഫ് ഈ നമുക്ക് മാറ്റത ഉണ്ട 7ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 14 196 ക്രിയ ചെയ്യണേ. 14 അധികം 196 ഭാഗം 2 ഇൻറ്റു എത്ര ടൈംസ് ഉണ്ട്? 14 ഉണ്ട്. അപ്പം 14 196 കൂട്ടുമ്പം എത്ര കിട്ടും? 14 196 210. അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പം 210നെ 2 കൊണ്ട് ഹരിക്കുമ്പം 105. 105 ഇൻറ്റു 14 സമം എത്ര കിട്ടും? 105 ഇൻറ്റു 14 1470. എത്ര കിട്ടും? കുടിച്ചു നോക്കിയാൽ എളുപ്പം കുടിച്ച് നോക്കാൻ രീതി കൊണ്ട് പറയാം. അപ്പം 105 14 1470. അത് കുടിച്ച് നോക്കുമ്പോൾ 1470 വരും. അപ്പം 9,900 മൈനസ് ഈ 1470 അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 8,430 കിട്ടും. കുറച്ച് നോക്കിയാൽ മതി, അപ്പം നമുക്ക് മനസ്സിലായി. 8,430 കിട്ടും. 30 ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് വിശാലമായി നമ്മളത് പരിശോധിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കുമെന്നുള്ളതാണ് സ്നേഹത്വം. അപ്പം ഇത്രയും ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉത്തരം 8,430 ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അത് നമുക്ക് കണ്ടെത്തുന്ന എളുപ്പ വഴി എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടത് എത്ര ടേമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒന്നാമത് പറഞ്ഞു, രണ്ടാമത്തതിൻ്റെ നമുക്ക് നോക്കാം. അപ്പം ഒന്നാം പദവും പൊതുവ്യത്യാസവും ഒരേ സംഖ്യയായിട്ട് എളുപ്പമുള്ളതാണ്. നമുക്കിൻ്റെ ചോദ്യം നമ്മൾ വായിച്ചു. ഇനി നമ്മൾ ഈ വെച്ച് പെട്ടെന്ന് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫൈനൽ സം ഓഫ് ഈ ചോദ്യം മനസ്സിലാക്കിയുള്ള ഒന്നാം പദം 2ഉം അവസാന പദവും 198 വേണം മനസ്സിലാക്കി. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാം പദം അല്ലെങ്കിൽ അവസാന പദം 198, കോമൺ ഡിഫറൻസ് 2. അപ്പോൾ ഒന്നാം പദവും കോമൺ ഡിഫറൻസും ഒരേ സംഖ്യയാണെങ്കിൽ ആ അവസാന പദത്തിനെ ഒന്നാം പദം കൊണ്ട് ഹരിച്ചാൽ എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാവും. അതാണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് ടൈം കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാം പദം
പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഒരേ സംഖ്യയായാൽ ലാസ്റ്റ് ടൈം അവസാനത്തെ ടൈമായ 198 ഡിവൈഡ് ബൈ A2 അപ്പോൾ 99. നമ്മൾ നേരെ ഇക്വേഷൻ ഒന്നും പോണ്ട, 99 കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നാമതും ഇതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. 2 അധികം ലാസ്റ്റ് ടൈം 198 ഡിവൈഡ് ബൈ 2 ഇൻറ്റു N 99. അപ്പോൾ 200 രണ്ടും ഇതോട് കൂട്ടുമ്പോൾ 200/2 100 ഇൻറ്റു 100 ഇൻറ്റു 99 9,900. പെട്ടെന്ന്. അതുപോലെ മറ്റേ 9,900 കിട്ടി. രണ്ടാമത്തത് നോക്കുമ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാൻ 14 കുറയ്ക്കേണ്ടത് 7ന്റെ ഗുണിതങ്ങളാണ്. അത് ഇരട്ട സംഖ്യകളായി വരുന്നത് ഇതിനകത്ത് വരുന്നുണ്ട്. ആദ്യത്തെ 14 A=14, അവസാനപദം നമ്മൾ നേരത്തെ കണ്ടു 198 വരത്തില്ല, 96 വരത്തുള്ളൂ. ലാസ്റ്റ് 196 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എത്ര എണ്ണം 14 എന്നായിരുന്നു ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 14 അത് ഗുണിക്കുമ്പോൾ നമുക്ക് ഇത് 14 196 ഗുണിക്കും 210/2 105 ഇൻറ്റു 14. ഇത് നമ്മൾ കൂട്ടിയിട്ട് രണ്ടും വരിക്കും 105 14 1470. അപ്പം ഇത് ഈ 9,000 നിന്ന് കുറയ്ക്കുമ്പോൾ 8,430. എത്ര എളുപ്പം പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഇതാണ് ഈ മത്സരപരീക്ഷയിൽ നമ്മൾ തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ക്രിയയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് ഒന്നാം പദവും കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസവും ഒരേ സംഖ്യയായാൽ N കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈമായ 198 ഈ പറയുന്ന ഒന്നാം പദം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണമുണ്ട് നമ്പർ ഇട്ടാൽ എളുപ്പമുണ്ട്. അത് ആദ്യം നമ്മൾ വിശാലമായിട്ട് ചെയ്ത് പോരുന്നതാണ്, അത് പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷേ മത്സരത്തിൽ നമ്മളിപ്പോൾ ഇതൊന്നും വൈകാട്ട് ചെയ്തുകൊണ്ട് പോയാൽ പെട്ടെന്ന് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.